നമസ്കാരം. ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ നൂറുകണക്കിന് നേതാക്കൾ കടന്നുപോയെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ പോലൊരു വിവാദ നേതാവിനെ ലോകം അപൂർവമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അമേരിക്കയുടെ പ്രസിഡന്റായ അധികാരത്തിലേറിയതു മുതൽ ട്രംപ് തന്റെ ബുദ്ധിരഹിതമായ പെരുമാറ്റവും നയപരമായ തെറ്റുകളും കൊണ്ട് ലോകമെമ്പാടും വിമർശനത്തിന് ഇരയായി. എടുത്ത തീരുമാനം പലപ്പോഴും തന്റേതായ വ്യക്തിപരമായ അഭിമാനത്തിനും രാഷ്ട്രീയ നേട്ടത്തിനുമാണ് എന്നതാണ് വാസ്തവം. അല്ലാതെ ഒരിക്കലും അതൊന്നും ലോകത്തിന്റെ സമാധാനത്തിനോ സാമ്പത്തിക തുല്യതയ്ക്കോ വേണ്ടിയായിരുന്നില്ല. ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കൻ നയം ട്രംപ് എന്ന ഒരൊറ്റ വ്യക്തിയുടെ അഹങ്കാരത്തിന്റെയും ആഗ്രഹത്തിന്റെയും കളിപ്പാട്ടമായി മാറിയെന്ന് വേണം പറയാൻ. അന്തർദേശീയ ബന്ധങ്ങൾ പരിപാലിക്കാൻ വേണ്ടിയുള്ള നയതന്ത്ര ബുദ്ധിയും മാന്യതയും ട്രംപ് പുലർത്തിയില്ല എന്നതാണ് സത്യം. ട്രംപ് ഭരണകാലത്ത് ഇന്ത്യയെ സംബന്ധിച്ച പല വിഷയങ്ങളിലും അമേരിക്കയുടെ സമീപനം വൈരുദ്ധ്യപരമായിരുന്നു. ഇന്ത്യ അമേരിക്കയെ ചതിക്കുന്നു എന്ന പ്രസ്താവനയിലൂടെ ട്രംപ് ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ വിവാദത്തിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ പോലും ശ്രമിച്ചു. ഇന്ത്യയെ പോലൊരു രാജ്യത്തോട് ഒരു വലിയ രാഷ്ട്രാധിപൻ നെറികെട്ട രീതിയിൽ പെരുമാറിയത് അന്തർദേശീയ സമൂഹം പോലും അപലപിച്ചു. താരിഫ് വിഷയത്തിൽ ട്രംപ് എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യക്കെതിരായ തുറന്ന ആക്രമണമായിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയും പരസ്പര വ്യാപാര ബന്ധങ്ങൾക്കുള്ള ഗുണനിലവാരം തകർത്തുമാണ് ട്രംപ് തന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ നീക്കങ്ങൾ അമേരിക്കയ്ക്കു തന്നെ തിരിച്ചടിയായി മാറി. ഇന്ത്യ പല മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്ന രാജ്യമാണ് എന്ന് ട്രംപ് മനസ്സിലാക്കിയില്ല എന്ന് വേണം കരുതാൻ. വ്യാപാര സൗഹൃദം വളർത്തേണ്ടിടത്ത് ഭീഷണിയും കഠിന നടപടികളും മുന്നോട്ട് വെച്ചതോടെ ഇന്ത്യ തന്റെ നയതന്ത്രവും സാമ്പത്തിക ശക്തിയും ഉപയോഗിച്ച് അമേരിക്കയുടെ സമ്മർദ്ദത്തെ നേരിട്ടു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ട്രംപിന്റെ എല്ലാ നീക്കങ്ങളെയും നയതന്ത്ര ബുദ്ധിയോടും ആത്മവിശ്വാസത്തോടും കൂടി നേരിട്ട കാഴ്ചയാണ് പിന്നെ ലോകം കണ്ടത്. ഇന്ത്യയുടെ നയതന്ത്ര സംഘം ട്രംപിന്റെ ഭരണകൂടത്തോട് തുറന്ന വാക്കുകളിൽ എതിർപ്പ് അറിയിച്ചില്ല എങ്കിലും പ്രവൃത്തിപരമായി ശക്തമായ പ്രതിരോധം കാട്ടി. ട്രംപിന്റെ അധിക തീരുവ നയത്തിനെതിരെ ഇന്ത്യ തന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ പുതിയ വിപണികൾ കണ്ടെത്തുകയും യൂറോപ്പ്, ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി ബന്ധം ശക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കാനും മോദി ഒരു തരി പോലും തയ്യാറായില്ല. മാത്രമല്ല, ആ ബന്ധം ട്രംപിന്റെ ഭീഷണിക്ക് അനുസരിച്ച് വളരുകയാണ് ചെയ്തത്. ട്രംപിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ മോദി റഷ്യയുമായി വ്യാപാരം അവസാനിപ്പിക്കുന്നു എന്ന് പോലും ട്രംപ് സ്വമേധയാ ഉത്തരവിറക്കി. അതിനെയും ഇന്ത്യ അതിശക്തമായി എതിർത്ത് തരിപ്പണമാക്കി. എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഉയർന്ന തീരുവ തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തു വന്നിരിക്കുകയാണ്. ട്രംപും മോദിയും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച് അറിയില്ലെന്ന ഇന്ത്യൻ സർക്കാരിന്റെ പ്രതികരണം ചൂണ്ടിക്കാണിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് ട്രംപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇന്ത്യ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ വൻതോതിലുള്ള തീരുവകൾ നൽകുന്നത് തുടരുമെന്നും അങ്ങനെ ഒരു കാര്യം ഇന്ത്യ ആഗ്രഹിക്കില്ലല്ലോ എന്നുമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വീണ്ടും പഴയ അതേ ഭീഷണിയുടെ സ്വരം. ഇന്ത്യക്ക് റഷ്യയിൽ നിന്നാണ് എണ്ണയുടെ ഏകദേശം 1/3 ലഭിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിന് റഷ്യക്ക് ധനസഹായം നൽകുന്ന തരത്തിലാണ് തന്റെ ഭരണകൂടം ഈ കച്ചവടത്തെ കാണുന്നതെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നാലെ ഇക്കാര്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. വ്യാഴാഴ്ച നടന്ന പ്രതിവാര പത്രസമ്മേളനത്തിൽ ട്രംപും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും റഷ്യൻ സമ്പദ് വ്യവസ്ഥ തളരാതെ നിൽക്കുന്നതിന് കാരണം ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നതാണ് എന്നാണ് US-ന്റെ ആരോപണം. ഇതിന്റെ പേരിൽ US ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% പിഴച്ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുൾപ്പെടെ 50% ഇന്ത്യക്കുള്ള US-ന്റെ ഇറക്കുമതി തീരുവ. ഇത് തുടരുമെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സമ്മർദ്ദം എന്ന നിലയ്ക്ക് മാത്രമാണ് റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്ന് US ആഗ്രഹിക്കുന്നതെന്നും യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഇടപാട് തുടരാമെന്നുമാണ് ട്രംപിന്റെ ന്യായം. എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കാൻ ഇന്ത്യ തയ്യാറല്ല. സ്വന്തം നയതന്ത്രത്തിലും പ്രതിരോധത്തിലും സാമ്പത്തിക വളർച്ചയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ന് ഉറച്ച നിലപാടിൽ നിൽക്കുന്നു. ട്രംപിന്റെ പോലെ താൽക്കാലിക നയങ്ങളല്ല ഇന്ത്യക്കുള്ളത്. ദൂരദർശിത്വമുള്ള പദ്ധതികളാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ചരിത്രം മറന്നേക്കാം. പക്ഷേ ഇന്ത്യയുടെ സമാധാനവും സ്വയം പര്യാപ്തതയും എന്ന പാത ലോകം ഓർക്കുക തന്നെ ചെയ്യും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്ക
ഇന്ത്യയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച